വേനലിലൊരു മഴ ഞാൻ സുബ്രഹ്മണ്യം കുമാർ സാറിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്ത പടമാണ്. അത് വേനലൊരു മഴ എന്ന് പറയുന്നത് ശരിക്കും തമിഴിൽ വന്ന മുള്ളും മലരും എന്ന സിനിമയുടെ ഒരു കഥ. മുള്ളും മലരും അതിൻ്റെ ഒറിജിനൽ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ചെറിയ മലയാളത്തിന് പറ്റിയുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എടുത്തത് ഞാൻ. അപ്പോൾ അതിൽ MS സുഷാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. എനിക്ക് വളരെ തൃപ്തിയോടെ എടുത്തൊരു പടം അത്. ഒന്ന് മധു ശ്രീവിദ്യ രണ്ടുപേരും അകന്നു കഴിഞ്ഞിരുന്ന ഒരു സമയം അത്. അവർ വീണ്ടും ഒരുമിച്ച് അഭിനയിപ്പിച്ചത് ഞാനാണ്. വേനൽ മഴയാണ് ആ പടം. അതിനകത്തുള്ള ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രുചിപ്പാട്ടുണ്ട്. ഇപ്പോൾ മുള്ളുമല്ല എന്നുള്ളൊരു പാട്ടുണ്ട്. പക്ഷെ അതുപോലെ ഞാനത് കുറച്ച് വ്യത്യസ്തമാക്കി മലയാളത്തിലെ ഒരു രുചിപ്പാട്ട് എഴുതിയാൽ എങ്ങനെ ഇരിക്കും, ഒരു നല്ല ഒരു ഊണിനെ കുറിച്ചൊരു പാട്ട് മൊത്തത്തിൽ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ എഴുതിയ നോൺ വെജിറ്റേറിയൻ പാട്ടാണത്. ഞാൻ പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല. ഞാനിപ്പോൾ മുട്ട പോലും കഴിക്കില്ല. പണ്ട് മുട്ട കഴിച്ചിട്ട് ഇപ്പോൾ മുട്ടയും കഴിക്കില്ല. അപ്പോൾ ഒരു പ്യൂർ വെജിറ്റേറിയൻ എഴുതിയ നോൺ വെജിറ്റേറിയൻ സോങ് എന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ എല്ലാവരും ഈശ്വരി അമ്മയുടെ അവരുടെ പാട്ട് അതിമനോഹരമായിട്ട് അവരത് പാടിയിട്ടുണ്ട്. ഒരുപാട് ആഹാര സാധനങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതിനൊരു ട്രെൻഡ് തുടങ്ങി വെച്ചത് ഈ പാട്ടാണെന്ന് തന്നെ പറയാം. ഇതിൽ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കാണാതെ നമ്മുടെ മുമ്പിൽ ഇല്ലാതെ തന്നെ അത്രയും വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിരന്ന ഒരു ഫീല് നമുക്കുണ്ടാകും. പിന്നെ വിഷ്വൽസ് കാണുമ്പോഴാണെങ്കിൽ വിദ്യാമ്മ അത് കഴിച്ച പോലത്തെ ഒരു ആസ്വദിക്കുന്ന ഒരു ഫീല് ആണ് വിഷ്വൽസിലെല്ലാം ഉടനീളം. പിന്നെ മൊത്തത്തിൽ ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങും.